ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്തിട്ട് 5 വർഷമായി. ഞാൻ ഈ മോദി കെയറിലൂടെ ഇപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുപോലെ ടൂറുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോപ്പ്, പേസ്റ്റ് നമ്മളെ വാങ്ങി ഉപയോഗിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഡെമോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അതിലൂടെ എല്ലാ സാധനങ്ങളും ഞാൻ മോദി കെയറിൽ എന്തൊക്കെ കിട്ടും അതൊക്കെ ഞാൻ മോദി കെയറിനാണ് മേടിക്കല്. അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങല് മാറ്റി ഇപ്പൊ മോദി കെയറിലേക്ക് മാറ്റി. അപ്പൊ ഒരു 6 മാസം വാങ്ങിച്ചപ്പോ വാങ്ങുമ്പോ തന്നെ നമുക്ക് ഒരു മാസം ഞങ്ങൾ 2500 രൂപയുടെ സാധനങ്ങളായിരുന്നു വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്നത്. അതിന് ഒരു 250 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു സബ്സിഡി നമുക്ക് ബാങ്കിലേക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു പങ്ക് ലോയൽറ്റി എന്ന് പറയും. ഒരു 6 മാസം കഴിഞ്ഞാല് നമുക്ക് ഒരു 2500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോ തുടർച്ചയായി മേടിച്ചപ്പോ ഞങ്ങൾക്ക് ഒരു 2500 രൂപയുടെ മേലെയുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് കമ്പനി തന്നു. വീണ്ടും തുടർച്ചയായിട്ട് വാങ്ങിച്ചു. ഒരു വർഷം തികഞ്ഞപ്പോ ഡബിൾക്ക് 5000ന്റെ മേലെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇത്രയും കാലം വാങ്ങിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഇത് വാങ്ങി കിട്ടുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ആളുകളോടും എൻ്റെ ഫ്രണ്ട്സിനോടും അയൽവാസിയോടൊക്കെ അതൊക്കെ പറഞ്ഞു. അവരും ഇതിൽ ജോയിൻ ചെയ്ത് അവരുടെ വീട്ടിലേക്ക് അവർക്ക് ലോയൽറ്റി കിട്ടും, സബ്സിഡി കിട്ടും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ബിസിനസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ബിസിനസ് തന്നെ ജോയിൻ ചെയ്ത് റഫീഖ് സാർ തന്നെയാണ്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് ബിസിനസ്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ് ഒക്കെ വലിയ വലിയ ആളുകളല്ലേ, പൈസക്കാരല്ലേ ചെയ്യാന്നുള്ളൊരു തോന്നല്. ബിസിനസ് ഒക്കെ അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ട് കുറെ ആളുകളെ ജോയിൻ ചെയ്ത് അവര് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ പോയിന്റ് വർദ്ധിച്ച് ഞങ്ങൾ കമ്പനിയുടെ ഡയറക്ടറായി. അപ്പൊ പൈസ ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങി. മറ്റൊരു സബ്സിഡി 105 രൂപ അങ്ങനെയൊക്കെ വന്നിരുന്നുള്ളൂ. അത് ഇതല്ലാതെ കൂടുതൽ പൈസ ഒക്കെ വരാൻ തുടങ്ങിയപ്പോ മനസ്സിലായി ഇത് എന്തായാലും ചെയ്താൽ കിട്ടും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അതിലൂടെ ഒരു ഗോവ ട്രിപ്പ് വന്നു. ആ ഗോവ ട്രിപ്പ് വന്നപ്പോ അത് വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് വിൻ ചെയ്യാൻ പറ്റി. പക്ഷെ കൊറോണ സമ്മതിച്ചില്ല അത് പോവാൻ വേണ്ടിയിട്ട്. കൊറോണ ആയ കാരണം അതിന്റെ പൈസ ബാങ്കിലേക്ക് സമീർ മോദി സാറ് ബാങ്കിലേക്ക് ഇട്ട് തരികയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് പോവാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു തായ്ലാന്റ് ട്രിപ്പ് വന്നു. അത് ഞങ്ങൾ വിൻ ചെയ്തു. ആ തായ്ലാന്റ് ഞാൻ പോയി. പിന്നെ അടിച്ചു പൊളിച്ച ഒരാഴ്ച അവിടെയൊക്കെ പോയി. സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. വീട്ടിലൊരു ചെറുതായൊരു ടൈലറിംഗ് ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നിരുന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു വീടിന്റെ ഒക്കെ വർക്ക് തേപ്പിനൊക്കെ പോണ ആളാണ്. ഞങ്ങൾ സാധാരണ എവിടേക്ക് ഒരു ടൂർ പോവുക അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളാണ്. അപ്പൊ ഇതിലൂടെ ഞങ്ങൾക്കൊരു ട്രിപ്പ് കിട്ടി. ഞാനതിൽ പോയി. അപ്പൊ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഏതൊരാൾക്കും ഇത് സാധിക്കും. എന്നെ പോലുള്ള ആൾക്ക് ഇത് സാധിച്ചെങ്കിൽ ഏതൊരാൾക്കാർക്കും ഇത് സാധിക്കും. എന്താ ഒരു വിമാനം അടുത്തു നിന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാനാണ് തായ്ലാന്റ് എന്ന സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നത്. അടുത്തുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എവിടേക്ക് ഞങ്ങൾ ടൂറും കാര്യങ്ങളൊന്നും പോവാത്ത ആളുകളാണ്. എന്നാൽ ഞാൻ ഇത്രയും ദൂര സ്ഥലത്തേക്ക്, അതും നമ്മളെ കമ്പനി ഇത്രയും നല്ലൊരു കമ്പനി ഇത്ര നല്ലൊരു ഇതായ കാരണമാണ് നമുക്ക് ധൈര്യത്തിൽ പോവാനും തിരിച്ചു വരാനുള്ളൊരു പേടിയും കൂടി ഇല്ലാതെ നമുക്ക് പോയി വരാനുള്ളൊരു ഇതും കൂടി ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പോ ഒരു ശ്രീലങ്ക ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോ കഴിഞ്ഞ മാസം വിൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഈ മാസം വിൻ ചെയ്യും. അപ്പൊ എന്തായാലും ഞാൻ ഈ ട്രിപ്പിലൂടെ ഞാനും പോവും ശ്രീലങ്കയിലേക്ക് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ മാത്രം പോരാ, എല്ലാ ടീമിനും കൂടി എനിക്ക് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോ നമ്മൾ ഏതൊരാൾക്കും ഇത് സാധിക്കും. ഇത് പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കിത് നല്ല നല്ല നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി. അത് മറ്റൊരാളോട് പറയും മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ കമ്പനി നോക്കിക്കോളും. നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമാനം വരലൊക്കെ ബാക്കി കമ്പനി ചെയ്തോളും. ബാക്കി എനിക്ക് ഇതിന്റെ പോയിന്റ് വർക്കും കാര്യങ്ങളൊന്നും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അറിയാത്ത ഒരാളാണ്. എന്നിട്ടും എനിക്ക് എന്റേതായ ബിസിനസ് നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ